ഒന്ന് ഓർത്തു നോക്കൂ, ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഞാനൊന്ന് നിങ്ങളെ ക്ഷണിക്കട്ടെ. ഹിറയുടെ അകത്തളങ്ങളിൽ ധ്യാനനിമഗ്നനായിരിക്കുന്ന ഹബീബിലേക്ക് ഞാനൊന്ന് നിങ്ങളെ ക്ഷണിക്കട്ടെ. മക്കയിൽ ഹബീബിന്റെ വീട്ടിൽ നിന്ന് എത്രയോ ദൂരമാണ് ആ പരിശുദ്ധമായ ഗുഹയുള്ളത്. മക്കയിലേക്ക് പോയവർക്കറിയാം എത്ര ദൂരത്താണതുള്ളത്. ദുർഘടമായ പാതയിൽ ഇന്നത്തേക്കാൾ കഷ്ടമുള്ള, അത്രയും പ്രയാസമുള്ള സ്ഥലത്താണ് ഹബീബ് ചെന്നിരിക്കാറുള്ളത്. ചരിത്രത്തിൽ പറയുന്നു, നമ്മുടെയൊക്കെ ഉമ്മയായ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ ഹബീബിനെ കല്യാണം കഴിക്കുന്നത് എപ്പോഴാണ്? 25 വയസ്സുള്ള ഹബീബാണ് 40 വയസ്സുകാരിയെ മധ്യവയസ്കതയിലേക്ക് എത്തിയ ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നത്. ആ ബീവി ഒന്ന് കൂട്ടി നോക്കൂ, 25 + 15. ഹബീബിന് നുബുവത്ത് ലഭിക്കുന്നത് 40ാമത്തെ വയസ്സിലല്ലേ? അവിടേക്ക് ഖദീജ ബീവിയുടെ വയസ്സും ഒന്ന് കൂട്ടി നോക്കൂ. 40ലേക്ക് ഒരു 15 കൂട്ടി നോക്കൂ. 55 വയസ്സുള്ള ഖദീജ ബീവി. ഇന്നത്തെ നമ്മുടെ ഈ അവസരത്തിൽ 55 വയസ്സുള്ള നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ആരോഗ്യത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അത്ര സമയത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബിന് വേണ്ടി ഭക്ഷണ സാധനങ്ങളുമായി മലമുകളിലേക്ക് ദിവസവും 2 നേരം കയറിപ്പോകുന്നത്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബീവിയോട് പറയും ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി, ഇന്നേക്കുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞു പോകും. ഖദീജ ബീവി പറയും, ഞാനങ്ങ് എത്തിച്ചു തരാം. എത്ര കഷ്ടപ്പെട്ട് നടന്നുകൊണ്ട് തന്റെ പ്രിയതമനുള്ള ഭക്ഷണ പൊതിയുമായി മല കയറി ഇറങ്ങുന്ന 55-56 വയസ്സുള്ള ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. അതാണ് സ്നേഹം, അതാണ് സ്നേഹം. പ്രാണനാഥനോടുള്ള സ്നേഹമാണ്. അവരല്ലേ നമുക്കിത് പഠിപ്പിച്ചു തരുന്നത്. അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. ഒന്നുകൂടി വ്യക്തമാക്കി തരാം. കുറച്ച് ദിവസം അങ്ങ് കഴിഞ്ഞു, 40ാമത്തെ വയസ്സും 6 മാസം അങ്ങ് കഴിഞ്ഞപ്പോഴാണ് ഹിറയുടെ അകത്തളങ്ങളിലേക്ക് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദിവ്യദൂതുമായി കടന്നു വരുന്നത്, വഹയിന്റെ ആദ്യ വചനങ്ങളുമായി കടന്നു വരുന്നത്. ഓതുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓതണേ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞില്ലേ, മാ അന ബിഖാരിഇൻ, കൂട്ടി അണച്ചു പിടിക്കുകയാണ്. ഹബീബിന് വല്ലാതെ നൊന്തുപോയി, വല്ലാതെ വേദനിച്ചു പോയി. പിടുത്തം വിട്ടു പിന്നെയും പറഞ്ഞു ഇഖ്റ. അപ്പോഴും തങ്ങൾക്കറിയില്ലായിരുന്നു. പിന്നെയും കൂട്ടിപ്പിടിക്കുകയാണ്. പിന്നെയും പറഞ്ഞു ഇഖ്റ. പിന്നെയും കൂട്ടിപ്പിടിച്ചു. വല്ലാതെ നൊന്തുപോയി. പറഞ്ഞു കൊടുക്കുന്നു കനമുള്ള വാക്കുകൾ. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. കനമുള്ള വാക്കുകൾ ഹബീബിലേക്ക് അങ്ങനെ ഇറക്കുകയാണ്. കനമുണ്ട്. അത് ആയിഷ ബീവി പറഞ്ഞു തന്നിട്ടുണ്ട്, വാക്കിന് കനമുണ്ടെന്ന്. എപ്പോഴാണെന്നറിയോ? എന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് ഹബീബ് കിടക്കുകയാണ്. എന്റെ മടിയിൽ തല ചായ്ച്ചുകൊണ്ട് ഹബീബ് കിടക്കുമ്പോഴാണ് വഹി ഇറങ്ങി വരുന്നത്. അതുവരെ പൂ പോലെ നിർമ്മലമായ തങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കി തലയൊരു ഭാരമില്ലാതെ ഞാൻ എന്റെ മടിയിൽ തല ചായ്ച്ചു കിടക്കുന്ന ഹബീബിനെ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഹബീബിന്റെ നെറ്റിത്തടങ്ങൾ വിയർക്കുന്നു. എന്റെ തുടകളെല്ലാം ഭാരം കൂടി എന്റെ കാലുകൾ പൊട്ടിപ്പോകുമോ എന്ന് പേടിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നു. കാരണം എന്താ? കനമുള്ള വാക്കുകളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കനമുള്ള വാക്കുകളാണ് ഹിറായുടെ അകത്തളങ്ങളിൽ ഹബീബിലേക്ക് ഇറങ്ങിയത്. കനമുള്ള വാക്കുകൾ ഇറങ്ങി. ഹബീബ് വല്ലാതെ പേടിച്ചുപോയി. ഹബീബ് എന്തു ചെയ്യും? ആരുമില്ലാത്ത സ്ഥലമാണ്, ഇതുവരെ കാണാത്തൊരാൾ, ആരുമില്ലാത്ത സ്ഥലം. വേഗം വീട്ടിലേക്ക് പേടിച്ച്
പനിയോടുകൂടെ പഴുതിച്ച് വിറച്ചുകൊണ്ട് തങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുന്നു. എന്റെ വീട്ടിലേക്ക് വരാൻ കാരണമെന്നറിയുമോ? വീട്ടിലേക്ക് വരാൻ അവിടെ സ്വീകരിക്കാൻ ഒരാളുണ്ട്. ഏത് അവസരത്തിലും കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാൻ വീട്ടിലൊരാളുണ്ട്. ഭൂമുഖത്തു തന്നെ പുഞ്ചിരി തൂകുന്ന ഒരാളുണ്ട്. ആ ആള് മറ്റാരുമല്ല ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. പതിവിന് വിപരീതമായി എന്തോ ഒരു പന്തികേട് മണക്കുന്നു. എന്തുപറ്റി ഹബീബ്? എന്തുപറ്റി പ്രാണനാഥ? എന്തുപറ്റിപ്പോയി? തങ്ങള് പറഞ്ഞു എനിക്കെന്തോ പേടി തോന്നുകയാണ്. ഞാൻ വല്ലാതെ പേടിച്ചിരിക്കുന്നു. ഇന്നി അഖ്ശാ അലാ നഫ്സി. ഞാൻ എന്റെ ശരീരത്തിന്റെ മേൽ ഭയപ്പെടുന്നു. എനിക്കെന്തോ സംഭവിച്ചിരിക്കുന്നു. ഖദീജ ബീവി ആരാഞ്ഞു, എന്തു പറ്റിപ്പോയി, എന്തെല്ലാമാ ഉണ്ടായത്? തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഉണ്ടായതൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അത് കേട്ടപ്പോഴാണ് ഒരു ഭാര്യയുടെ വായിൽ നിന്ന്, ഒരു പ്രാണസഖിയുടെ വായിൽ നിന്ന് പ്രിയതമൻ കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകൾ അങ്ങനെ ഉതിർന്നു വീണത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ച വാക്കുകളാണ്. കല്ലാ വല്ലാഹി മാ യുഖ്സിക അല്ലാഹു അബദാ. കല്ലാ, എന്തിനാണ് പ്രാണനാഥ നിങ്ങൾ പേടിക്കുന്നത്? ഒരിക്കലുമില്ല. വല്ലാഹി മാ യുഖ്സിക അല്ലാഹു അബദാ. അല്ലാഹു ഒരിക്കലും നിങ്ങളെ കഷ്ടപ്പെടുത്തൂല്ല. ആരും നിങ്ങളെ കഷ്ടപ്പെടുത്തൂല്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്കൊരുപാട് നല്ല സ്വഭാവങ്ങളുണ്ട്. നല്ല സ്വഭാവമുണ്ട് നിങ്ങൾക്ക്. ഭർത്താവിന്റെ നല്ല സ്വഭാവം ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ്. അത് പറഞ്ഞു കൊടുക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കി തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അവിടെയാണ് ഈ ഹദീസിന്റെ പ്രസക്തിയുള്ളത്. തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു, ഇന്നക ലതസിലുർ റഹീം. ആദ്യം പറഞ്ഞതും അതുതന്നെയാ. കല്ലാ വല്ലാഹി മാ യുഖ്സിക അല്ലാഹു അബദാ. അല്ലാഹു ഒരിക്കലും നിങ്ങളെ കഷ്ടപ്പെടുത്തൂല്ല. നിങ്ങളെ ഒരിക്കലും നിന്ദനാക്കുകയില്ല. ആരും തന്നെ നിന്ദനാക്കൂല്ല. നിങ്ങൾ ബേജാറാകേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്തെന്നറിയോ? ഇന്നക ലതസിലുർ റഹീം. നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്. ഹബീബിനോട് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ കുടുംബത്തിന്റെ കണ്ണികളെ, അച്ചുപോയ കണ്ണികൾ പോലും അത് കൂട്ടി യോജിപ്പിക്കാൻ വല്ലാതെ പണിപ്പെടുന്നവനാണ് നിങ്ങൾ. അത് പറഞ്ഞു കൊടുക്കുന്നു പ്രിയപ്പെട്ട പ്രാണസഖി. നിങ്ങൾക്ക് മറ്റൊരു സ്വഭാവം കൂടിയുണ്ട്. ആരുടെയെങ്കിലും പ്രയാസം നിങ്ങളുടെ കാഴ്ചയിൽ കൊടുകയാണെങ്കിൽ, ആരെങ്കിലും കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലായാൽ അവരടുത്തു വിളിച്ചുകൊണ്ട് സമാശ്വസിപ്പിക്കുകയാണ്, അവരടുത്തു വിളിച്ചുകൊണ്ട് സാന്ത്വനിപ്പിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് അന്വേഷിക്കുകയാണ്. എന്നിട്ട് അയാളുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മറ്റൊരു സ്വഭാവം കൂടിയുണ്ട്. അതിഥിയെ സൽക്കരിക്കുന്നവരാണ് നിങ്ങൾ. ഇല്ലാത്ത ആളുകൾക്ക് നിങ്ങളുടെ സ്വന്തം സമ്പത്തിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട്, കാശെടുത്തുകൊണ്ട് ഇല്ലാത്ത ആളുകൾക്ക് സൗജന്യമായി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആളാണ് നിങ്ങൾ. സത്യത്തിന്റെ അടിയാളുകളെ ഏതു സമയത്തും പിന്തുണക്കാൻ നിങ്ങൾക്ക് വല്ലാത്ത താല്പര്യമാണ്. സത്യത്തിനോട് നിങ്ങൾക്ക് വല്ലാത്ത കൂറാണ്. നിങ്ങൾക്കതിൽ വല്ലാത്ത താല്പര്യമുണ്ട്. അല്ല, വളരെ ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങൾക്കതിൽ. അതുകൊണ്ട് വല്ലാഹി മാ യുഖ്സിക അല്ലാഹു അബദാ. ആരും നിങ്ങളെ നിന്ദനാക്കുകയില്ല. ഒരു കാലത്തും നിങ്ങൾ കഷ്ടപ്പെടൂല്ല. ഇത് പറഞ്ഞു തരാൻ ഹബീബിനെ സമ്മിലൂനി യാ ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടു ഖദീജ എന്ന് പറഞ്ഞു വന്ന ഹബീബിനെ പുതപ്പിട്ട് മൂടിക്കൊടുത്തുകൊണ്ട്
അരികയിരുന്നു കൊണ്ട് തലയിൽ തലോടിക്കൊണ്ട് ഒരു ഭാര്യ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളാണ്. ഇങ്ങനത്തെ വീടകങ്ങളിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക? ഭർത്താവിന്റെ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല കേട്ടോ, നിങ്ങൾ നല്ല മനുഷ്യനാ, ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും നിങ്ങൾ വിഷയമാക്കേണ്ടതില്ല, നിങ്ങൾ നല്ല ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമാശ്വസിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? അവിടെയാണ്, ആ കുടുംബത്തിലാണ് നല്ല നല്ല കുടുംബങ്ങളും നല്ല മക്കളും ഉണ്ടാകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഭാര്യയിലാണ് ഈ പ്രശ്നമുള്ളതെങ്കിൽ അവളെയും അടുത്ത് വിളിച്ചുകൊണ്ട് ഭർത്താവിന് പറഞ്ഞു കൊടുക്കാമല്ലോ, ഭർത്താവിന് പറഞ്ഞു കൊടുക്കാമല്ലോ. ആ സ്നേഹമാണ് നമുക്ക് പരസ്പരം വേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്വാജൽ തസ്കുനൂ ഇലൈഹാ. കുടുംബത്തെ കുറിച്ചാണ്, ഫാമിലിയെ കുറിച്ചാണ് നമ്മുടെ ചർച്ചയുള്ളത്. ഒരു ഫാമിലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉമ്മയും ഉപ്പയുമാണ്. ഉമ്മയും ഉപ്പയുമാണ്. പരസ്പരം കലഹങ്ങളില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, ഏതു വിഷയവും ചർച്ച ചെയ്തു പരിഹരിക്കുന്ന വീടകങ്ങളിൽ ഒരിക്കലും ശിഥിലമാകുകയില്ല. അല്ലാത്ത മറുത്തുള്ളൊരു കുടുംബത്തെ കുറിച്ച് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പാടില്ല. വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവ് അതുവരെ നാട്ടിൽ അങ്ങാടിയിലൊക്കെ ആളുകളെ കാണുമ്പോൾ ഭയങ്കര വർത്തമാനമായിരിക്കും. കണ്ടവനോടും കാണാത്തവനോടും എല്ലാവരോടും ഫോൺ ചെയ്യുമ്പോഴും വല്ലാത്തപ്പോഴൊക്കെ ചിരിച്ചു കളിച്ച് വർത്തമാനം പറഞ്ഞ് നല്ല നല്ല തമാശകൾ പറഞ്ഞ് സമൂഹത്തിന്റെ ഇടയിൽ മാന്യനായി വിലസുന്ന ഇദ്ദേഹം വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്തങ്ങെത്തിയാൽ മതി, അതുവരെ ലയിച്ചിട്ടിരിക്കുന്നവന്റെ മുഖത്തെ ചിരി അങ്ങ് മായുകയാണ്. ചിരിയങ്ങ് തുടക്കുന്നു, പിന്നെ ചിരിയില്ല. വീട്ടിലേക്ക് ഗൗരവത്തോടെയാണ് പിന്നെ ചില ആളുകൾ കയറി വരുന്നത്. ധാരണ എന്താണെന്നറിയോ? വീട്ടിൽ ഞാൻ ചിരിക്കാൻ പാടില്ല, വീട്ടിൽ തമാശക്കാരനാകാൻ പാടില്ല. അങ്ങനെ ഞാൻ തമാശക്കാരനായി പോയാൽ എനിക്ക് വിലയുണ്ടാകൂല. വീട്ടിൽ തെറ്റി നിനക്ക് തെറ്റുപറ്റിപ്പോയി. നീ മായ്ക്കുന്ന ചിരികൾ, നീ ഗേറ്റ് കാണുമ്പോൾ ചിരി മായ്ക്കുന്നുവെങ്കിൽ അവിടെ വെച്ച് നിന്റെ കുടുംബത്തിന്റെ വല്ലാത്തൊരു സൗന്ദര്യമാണ് നീ മായ്ച്ചു കളയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തെ, ചെയ്തു പോകരുത്. വീട്ടിലേക്ക് സ്വിച്ചിടുന്നു, ഹോൺ ബെല്ലടിക്കുന്ന സമയത്ത് വാതിൽ തുറന്നു കൊടുക്കാൻ ഭാര്യയല്ല വരുന്നത്, ആരെങ്കിലൊക്കെ വിടുന്നു. തുറന്നു കൊടുത്തോളൂ. തുറന്നു കൊടുത്താൽ തന്നെ വിളിച്ചെന്ന് പറഞ്ഞോ, തുറന്നോളൂ, കുറ്റിയിട്ടിട്ടൊന്നുമില്ല, തുറന്നോ, കേറിപ്പോരുന്നുണ്ട്, അത് പറഞ്ഞ് അവിടെ നിന്നങ്ങനെ വിളിച്ചു പറയും. ഇനി കൊലായിലങ്ങ് വന്നിരുന്നറിഞ്ഞാൽ ഉറക്കം ഭയങ്കര ഒച്ചയങ്ങുണ്ടാക്കും. ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി. എന്തിനാ? ചായ വരാനുള്ള സമയമായി. ചായ ഭാര്യ ഇങ്ങോട്ട് കൊടുക്കോ? ഇല്ല. ചായ ഉണ്ടാക്കിയിട്ട് ഡൈനിങ് ഹാളിലെ ടേബിളിൽ ഒരു ഒച്ച കേട്ടാൽ ഇത് ഞാൻ മനസ്സിലാകണം, ചായ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടെത്തൂല്ല. അടുത്തു കൊണ്ടുപോയി ചായ എടുത്തു വന്ന് കുടിക്കണം. കുടിച്ചിട്ട് ഗ്ലാസ് കൊണ്ടുപോകുമോ? കൊണ്ടുപോകില്ല. പിന്നെയും ടക്കാണ്. എത്രയെത്ര ടക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ചെയ്തു പോകരുതേ. അരുമയോട് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട്, എത്ര പുഞ്ചിരിയോടെ, എത്ര പ്രശ്നമില്ലാതെ, വളരെ കലഹമൊന്നുമില്ലാതെ സ്നേഹമസരണമായി പെരുമാറാൻ നമുക്ക് പറ്റുമെങ്കിൽ അത്രത്തോളം നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രത കൂടുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരസ്പരം കുറ്റങ്ങൾ